ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എക്സാംസ് ഒക്കെ അടുത്തെത്തി. ഇനിയും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു ടിപ്സ് നിങ്ങളുടെ സ്റ്റഡീസിനെ ഒന്നും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഇതുപോലെ തന്നെ വർക്കൗട്ടും കൂടി ചെയ്യണം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. ടിപ്പ് നമ്പർ 1, സെറ്റ് എ സ്മോൾ ഗോൾ. അതായത് പലരും പഠിക്കാതിരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പോർഷൻ ഞാൻ മൊത്തം ഇന്നതിനെ കവർ ചെയ്യുന്നു പറഞ്ഞിട്ടാണ് പഠിക്കാതിരിക്കുക. നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് സയൻസിലെ 2 പേജ് പഠിച്ചെടുക്കും. ഇതും അതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിക്കുന്നവരോട് നമ്മളെ കൊണ്ട് എന്തായാലും ആ പേജ് പഠിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ. ക്വസ്റ്റ്യന് തുടങ്ങുമ്പോൾ ചെറിയ ഗോൾ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അടുത്തത് ടിപ്പ് നമ്പർ 2. ഇതിനെ നമ്മൾ പ്രോമോഡോറോ മെത്തേഡ് എന്നാണ് കൂടുതലായിട്ട് വിളിക്കാറുള്ളത്, അല്ലെങ്കിൽ 25 മിനിറ്റ് മെത്തേഡ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 25 മിനിറ്റ് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇത് നല്ലൊരു മെത്തേഡാണ്. എന്നാലും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടു. ടിപ്പ് നമ്പർ 3 പറയാൻ പോകുന്നത്, നിങ്ങൾ ഏത് സ്റ്റൈൽ സ്റ്റഡീസ് ഫോളോ ചെയ്താലും ഈ ഒരു സംഭവം മാറ്റി വെക്കാൻ നിങ്ങളുടെ ആ സ്റ്റഡീസ് റെഡി ആവില്ല. കീപ് ദ ഫോൺ എവേ. നമ്മളുടെ ഫോക്കസ് ഏറ്റവും കൂടുതൽ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഈ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ഒരു മൊബൈൽ ഫോണിനെ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്റ്റഡീസ് ഏകദേശം ഒന്ന് ഓക്കെ ആവും. നമ്പർ 4, റൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഓൺലി റീഡ്. നമ്മൾ വായിച്ച് പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലത് എഴുതി പഠിക്കുന്നതായിരിക്കും. നമ്മളുടെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, ഫോർമുലാസ് ഇതൊക്കെ ചെറിയ ചെറിയ നോട്ട്സ് ആക്കിയിട്ട് ഉണ്ടാക്കുക. നമ്മൾ സ്റ്റിക്കി നോട്ട്സിലോ അല്ലെങ്കിൽ സാധാ നോട്ട്ബുക്കിലൊക്കെ ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ തോന്നും. കുറെ കാലം പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അടുത്തത് ടിപ്പ് നമ്പർ 5, ടീച്ച് യുവർ സെൽഫ്. നമ്മളൊരു പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക, എക്സാംസ് ഇടുക, ഇതൊക്കെയാണ്. ടിപ്പ് നമ്പർ 6, മേക്ക് എ സിമ്പിൾ സ്റ്റഡി ടൈം ടേബിൾ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ദിവസം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്തിട്ട് അതൊന്ന് നമ്മൾ ജസ്റ്റ് കൺസിസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ട് നോക്കുക. ടിപ്പ് നമ്പർ 7, റിവൈസ് ബിഫോർ സ്ലീപ്പിംഗ്. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് 5-10 മിനിറ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഇത് നമ്മുടെ മെമ്മറി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ടിപ്പ് നമ്പർ 8, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. സ്റ്റഡീസിന്റെ ഒപ്പം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം. വലിയ കാര്യമൊന്നും, നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, കൃത്യസമയത്ത് തന്നെ ഉറങ്ങുക. ഇതാണ് കെയർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടിപ്പ് നമ്പർ 9, ഡോണ്ട് കമ്പയർ യുവർ സെൽഫ്. നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിലാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തരും പഠിക്കുന്ന ടൈമുകൾ വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് ഭയങ്കര മെമ്മറി പവർ ആയിരിക്കും, എന്നാൽ ചില ആളുകൾ പതുക്കെ പഠിക്കുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ട സ്റ്റഡിയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഒരാളെ ലൈഫ് വെച്ചിട്ട് നമ്മളെ ലൈഫ് കമ്പയർ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സ്റ്റഡി സ്പേസ് ക്ലീൻ ചെയ്യുക. പഠിക്കാതിരിക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടെ ഇരുന്നാണോ പഠിക്കുന്നത് ആ ഒരു സ്പേസ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക. ക്ലീൻഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് നമ്മുടെ കോൺസെൻട്രേഷനെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അടുത്തത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കുക, കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക, അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് എക്സാംസിന് വരിക എന്നുള്ളത് ജസ്റ്റ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പെർഫെക്റ്റ് ആവാൻ നോക്കാതെ കൺസിസ്റ്റന്റ് ആവാൻ നോക്കുക. പിന്നെ ദിവസം കുറച്ച് പഠിച്ചാൽ അതൊരു പ്രോഗ്രസ് ആണ്. കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ടിപ്പ് നമ്പർ 11, സ്റ്റാർട്ട് വിത്ത് ദ ഹാർഡസ്റ്റ് സബ്ജക്ട്. അതായത് നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ ടഫ് ആയിട്ടുള്ള സബ്ജക്ട് എടുത്ത് പഠിക്കുക. എല്ലാം വലിച്ചു വാരി ഹൈലൈറ്റ് ചെയ്യാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുക. ദിവസം ഒരേ സമയത്ത് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എല്ലാ ദിവസവും കുറച്ച് റിവിഷൻ ചെയ്യുക. കളർഫുൾ ആയിട്ടുള്ള സ്റ്റിക്കി നോട്ട്സ്, ഹൈലൈറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക. ഫോക്കസ് തോന്നുന്നവർക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ എന്തെങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മൾ ഏതിലാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതാണ് നമുക്ക് എപ്പോഴും വേണ്ട സംഭവം. നോട്ട്സ് റെഡി ആക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ഭാഷയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ നോട്ട്സ് റെഡി ആക്കി എടുക്കുക. നമുക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ പലരും ചെയ്യാത്തൊരു കാര്യമാണ് ക്ലാസ് ശ്രദ്ധിക്കാതിരിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക. ടീച്ചേഴ്സിനോട് ചോദിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ പാരന്റ്സിനോട് ചോദിക്കുക. അതും പറ്റില്ലെങ്കിൽ നമുക്ക് എത്ര ഏകളുണ്ട് അവരോടൊക്കെ ചോദിച്ച് ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക. പിന്നെ പഠിക്കാതിരിക്കുന്ന സ്ഥലത്ത് നല്ല ലൈറ്റ് ഉണ്ടായിരിക്കും. ഡിം ലൈറ്റിൽ പഠിക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. അപ്പൊ എന്തായാലും ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഓരോ ദിവസം ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക. പഠിക്കുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓരോ ദിവസവും 1% ഒന്ന് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ആത്മവിശ്വാസം നമ്മൾ കൈവിടാതെ തന്നെ നോക്കണം. പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ഒരിക്കലും നിങ്ങൾ പഠനം ഉപേക്ഷിക്കരുത്. ചെറിയ ചുവടുകൾ എടുത്താലും അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെയെങ്കിലും എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾ എങ്ങനെയാണ്. ഇനി നിങ്ങൾ ഇതുപോലെ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ആകാൻ വേണ്ടിയിട്ട് നോക്കുക. എക്സാംസ് ഒക്കെയാണ് വരുന്നത്, നല്ല മാർക്സ് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി ടിപ്പ് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളത് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഇതുപോലുള്ള ടിപ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡു കമന്റ്. Until then, stay kind, stay consistent
ആൻഡ് കീപ് ലേണിംഗ്. ബൈ. ഇനി അടുത്ത ലോങ് വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും കേട്ട് വരാം. ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എ സ്പെഷ്യൽ താങ്ക്സ് ഫോർ യു. അപ്പോൾ ഓക്കെ, ടാറ്റാ.